പൗരത്വ ഭേദഗതി ബില്ല് ഇന്ത്യയിൽ നടപ്പാക്കുവാൻ തയ്യാറായി കഴിഞ്ഞു കേന്ദ്രം. എന്നാൽ ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും കേരളത്തിൽ പൗരത്വ ഭേദഗതി നടപ്പാക്കില്ല എന്നാണ് മുഖ്യൻ പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിന് തക്കതായ മറുപടിയും നൽകി. പൗരത്വ ഭേദഗതിയുടെ മറവിൽ LDFും UDFും വോട്ടുവാരി കൂട്ടുവാൻ ശ്രമിക്കുകയാണ്. 30% വരുന്ന ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനങ്ങളെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിയുടെ മറവിൽ സംസ്ഥാനത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ 30% വരുന്ന മുസ്ലിം ജനസാമാന്യത്തെ ഇരു മുന്നണികളും കബളിപ്പിക്കുകയാണ്, അവരെ വഞ്ചിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടിയുള്ളതല്ല. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന ആളുകൾക്കാർക്കെങ്കിലും ഈ രാജ്യത്ത് പൗരത്വം സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള അവകാശമാണ്. അല്ലാതെ നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു നിയമമല്ല ഇത്. ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ്, ആരുടെയും പൗരത്വം എടുത്തു കളയുന്നതിന് വേണ്ടിയല്ല. എല്ലാ വസ്തുതയും മനസ്സിലാക്കിയിട്ടും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടുമോ എന്നാണ് ഇരു മുന്നണികളും പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുകയാണ് LDFും UDFും. പിണറായി വിജയൻ പറയുന്നത് ഞാനിവിടെ പൗരത്വ നിയമം നടപ്പാക്കില്ല എന്നാണ്. ആരെങ്കിലും പിണറായി വിജയൻ്റെ അടുത്ത് പൗരത്വം ചോദിച്ചു വന്നിട്ടുണ്ടോ? പിണറായി വിജയനോട് ആരെങ്കിലും പൗരത്വം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പിണറായി വിജയനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇതിൽ എന്താണ് ചെയ്യാനുള്ളത്? CAA നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി പാസ്സായി കഴിഞ്ഞു. അത് വിജ്ഞാപനമായി. ഇനി ആർക്ക് വേണമെങ്കിലും അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഉള്ള മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ പൗരത്വം എടുക്കാം. അതിനുള്ള അവസരമുണ്ട്. അതിനാരാണ് പിണറായി വിജയൻ അന്വേഷിച്ച് വരുന്നത്? പിണറായി വിജയൻ ഇതിൽ എന്താണുള്ളത്? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം? മനസ്സിലാവുന്നേയില്ല. മുഖ്യമന്ത്രി വലിയ വർത്തമാനം പറയുകയാണ്, കേരളം നടപ്പാക്കില്ല. കേരളം എന്തിനാണ് നടപ്പാക്കുന്നത്? രാജ്യം നടപ്പാക്കിയ ഒരു നിയമം കേരളത്തിൽ എന്തിനാണ് പ്രത്യേകമായിട്ട് നടപ്പാക്കുന്നത്? അതൊക്കെ ജില്ലാ കലക്ടർമാർ ചെയ്തോളും. മുഖ്യമന്ത്രി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിലും ഇത് നടപ്പാവും. കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയ സംസ്ഥാനമൊന്നുമല്ല. കേരളം പിണറായി വിജയൻ്റെ സ്വകാര്യ സ്വത്തുമല്ല. കേരളത്തിൽ രാജ്യം നിയമമാക്കിയ ഒരു കാര്യം നടപ്പാണെങ്കിൽ അത് നിയമം വഴി നടപ്പിലായിക്കോളും. പിന്നെ ഇത് മുസ്ലിങ്ങളെ വഞ്ചിക്കാനാണ്. നിങ്ങൾക്കറിയുമെന്നറിയില്ല, കൊല്ലത്ത് പിണറായി വിജയൻ, അതായത് CAA ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം. മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്തൊരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ, പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യക്കാരല്ലാത്ത പൗരന്മാരെ ഇതിൻ്റെ ഭാഗമായിട്ട്, CAAയുടെ ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ്, കൊല്ലം ജില്ലയിൽ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും പരിശോധിക്കാം. CAA നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ഒരു ജയിൽ തുടങ്ങിയത് കേരളത്തിലാണ്. ആദ്യം CAA നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും. വല്ല വഞ്ചനയല്ലേ? 30% വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും, പൗരത്വം നിഷേധിക്കും, ഞാനിവിടെ നിങ്ങളെ സംരക്ഷിക്കും. ഇയാൾ ആരാണ്? അല്ല, ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്.
ഞങ്ങൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഞങ്ങൾക്ക് അതിന് മാൻഡേറ്റ് ഉണ്ട്. അതൊക്കെ അതിപ്പോ മാൻഡേറ്റ് നടപ്പാക്കുന്നത് സർക്കാർ പിന്നെ പുതിയ തെരഞ്ഞെടുപ്പിന് അതായത് പിന്നെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നത് പൂർത്തീകരിക്കുന്നതെല്ലാം ഇത് മാത്രമല്ലല്ലോ. മോദി എന്തെല്ലാം ഗ്യാരണ്ടി പൂർത്തിയാക്കുന്നു. അതല്ല, CAA പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് കൊല്ലെത്രയായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നിയമ നടപടികൾ നടക്കും. ഇപ്പൊ 1 ഇന്ത്യ 1 ഇലക്ഷൻ വരുന്നു വിചാരിക്കും, അങ്ങനെ പറയുമായിരിക്കും. അതിനു വേണ്ടിയുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അവിടുന്ന് എന്ത് പറഞ്ഞാലും ആദ്യം നടപ്പാക്കുന്നത് കേരളത്തിലാണ്. ഞങ്ങൾ എന്താണ് കള്ള പ്രചരണമാണ്. അതന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാന നിങ്ങൾ പറഞ്ഞ പോരല്ലോ, പിണറായി വിജയൻ പറയട്ടെ, കൊല്ലത്ത് എന്താണ് തുടങ്ങിയതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കട്ടെ. അതായത് അനധികൃത കുടിയേറ്റക്കാരെ, വിദേശികളെ, വിദേശ പൗരന്മാരെ, ഇന്ത്യയിൽ പാസ്പോർട്ടും വിസയും ഇല്ലാതെ കഴിയുന്ന ആളുകളെ, അതന്നെയാണ് സാർ. അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗ്ലാദേശികളും അല്ല. ഞാൻ പറയട്ടെ, അല്ലല്ല, CAA നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള കാര്യം ആരംഭിച്ചു. ആദ്യം ഞാൻ ചോദിക്കട്ടെ, എന്ത് ന്യായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല? ഇദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? കേരളത്തിൽ മാത്രമായിട്ട് CAA നടപ്പാക്കില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് ശ്രീ പിണറായി വിജയനുള്ളത്? അങ്ങനെ പല രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ CAA കാര്യത്തിൽ ഇപ്പൊ വലിയ ബഹളം തുടങ്ങിയല്ലോ. എന്താണ് കേരളത്തിൽ സമരമുണ്ടോ? കേരളത്തിൽ സമരം ചെയ്യാനാണോ LDFും UDFും പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമരം ചെയ്യട്ടെ, നിങ്ങൾ സമരമായിട്ട് വാ. ജനങ്ങളെ കബളിപ്പിച്ച്, ആളുകളെ വഞ്ചിച്ച്, ഇല്ലാത്ത കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തി വോട്ടിന് വേണ്ടി എന്ത് തരംതാണ വേലയും കാണിക്കുകയാണ് LDFും UDFും. അതാണ് പ്രശ്നം. അല്ലാതെ ഇലക്ട്രൽ ബോണ്ടിനൊക്കെ സുപ്രീം കോടതി ചോദിച്ചാൽ അവിടെ പറഞ്ഞോളൂ. കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയ പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണ്? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം എന്നതടക്കം നിരവധി പരിഹാസങ്ങളോടുകൂടിയായിരുന്നു കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള മറുപടി നൽകിയത്. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വരുന്ന യാതൊരു രേഖകളുമില്ലാത്ത, പൗരത്വമില്ലാത്ത ജനങ്ങളെ കൊല്ലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിർമ്മിച്ച് അവിടെ പാർപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന രൂക്ഷമായ ഒരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെയും ഉയർത്തുന്നു കെ സുരേന്ദ്രൻ. രാഷ്ട്രീയപരമായ നേട്ടത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ച ഒരു വിജ്ഞാപനത്തെ വളച്ചൊടിക്കുകയാണ് പ്രതിപക്ഷവും ഇവിടുത്തെ ഇടത് സർക്കാരും എന്ന് തുറന്നടിക്കുന്നു കെ സുരേന്ദ്രൻ. എന്തായാലും പൗരത്വ ഭേദഗതി ഇത്തവണ ഒരു ചർച്ചാ വിഷയം തന്നെയാകും. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ ചർച്ച മുറുകുമ്പോൾ അത് ആർക്കനുകൂലമാകും എന്നതും പ്രസക്തമാണ്. എന്തായാലും കേന്ദ്രം പുറത്തിറക്കിയ ഒരു വിജ്ഞാപനത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പരിധിക്കപ്പുറത്തേക്ക് എതിർക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് സുരേന്ദ്രൻ ഉയർത്തുന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം?